ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഒരു ക്രഷെങ്കിലും ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രണയം സക്സസ് ആയവരും ഫെയിലിയർ ആയവരും ഉണ്ടാവും. എന്ത് തന്നെയായാലും എല്ലാവർക്കും ഒരു ലൈഫുണ്ട്. 2023 പുറത്തിറങ്ങിയ ജോ എന്ന സിനിമയുടെ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് മീംസിന് പങ്കെടുക്കുന്ന കുറച്ച് ബോയ്സ് ഒരു പയ്യനെ അടിക്കായിരുന്നു. ടീച്ചർ വന്നതും അടിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്സ് അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോ 10 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ നായകൻ ജോയുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി ഫ്രണ്ട്സും ജോയും ബാച്ചിലർ പാർട്ടിയാണെന്നും പറഞ്ഞ് ഒരുപാട് മദ്യപിച്ചിരുന്നു. ആ സമയം കല്യാണ പെണ്ണിന്റെ അനിയത്തി ജോയോട് സംസാരിക്കാനായിട്ട് അവിടേക്ക് വന്ന്, ഞാൻ ചേട്ടനോട് സംസാരിക്കാനായിട്ട് വന്നതായിരുന്നു, പക്ഷെ ഈ സിറ്റുവേഷനിൽ സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് അവിടുന്ന് പോയി. ജോയുടെ ടീം വളരെ ജോളി ആയതുകൊണ്ട് ഇവര് വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. ആ സമയം ജോയുടെ ഫോണിലേക്ക് കല്യാണ പെണ്ണായ ശ്രുതിയുടെ കോള് വന്നു. എന്നിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമല്ല, നിങ്ങൾ തന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും നിർത്താമോ എന്ന് ശ്രുതി ചോദിച്ചു. ഫോണിന്റെ മറ്റേ തലക്കില് മൂളില് മാത്രമായിരുന്നു കേട്ടത്. ജോയും അപ്പൊ സിഗരറ്റ് വലിച്ചു. അവിടുന്ന് കട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഫ്ലാഷ് ബാക്കില് ജോ കോളേജിൽ പോകുന്നത് കാണിക്കും. കോളേജിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ജോ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വന്നതും ക്ലാസിന്റെ വരാന്തയിൽ സുജി എന്നൊരു പെൺകുട്ടിയെ അവൻ കണ്ടു. അവൾ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവളെ കണ്ടതും ജോയ്ക്ക് അവൾ എന്തിനാണ് കരയുന്നതെന്നറിയാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. അവൻ അവളെ തന്നെ നോക്കുന്നത് കണ്ട് ഫ്രണ്ട്സും കാര്യം അന്വേഷിച്ച് ജോയോട് അവൾ മലയാളിയാണ്, ക്ലാസ്സിൽ വേറെ മലയാളികളൊന്നും ഇല്ല എന്നറിഞ്ഞ് കരഞ്ഞതാണ് എന്ന് പറഞ്ഞു. ജോയും സുജിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. അന്ന് നൈറ്റ് ഹോസ്റ്റൽ റൂമിൽ വെച്ച് ജോ അവന്റെ ഫ്രണ്ട്സിനോട് സുജി കരഞ്ഞത് അവന് വല്ലാതെ ഫീൽ ആയി എന്ന പോലെ പറഞ്ഞു. അവന് സുജിയെ ഇഷ്ടമായി തുടങ്ങിയിരുന്നു. അങ്ങനെ കോളേജ് ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ദിവസം ക്ലാസ് റൂമിന് പുറത്ത് നിൽക്കുന്ന സുജി ക്ലാസ് റൂമിനകത്ത് ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോയെ പുറത്തേക്ക് വിളിച്ച് അവനോട് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ സംസാരിച്ചു. ശേഷം അവനെ ചിരിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് ഫ്രണ്ട്സിനിടയിലേക്ക് വന്നിരുന്നതും ഫ്രണ്ട്സ് എല്ലാവരും കാര്യം എന്താണെന്ന് ചോദിച്ചതിന് ലവേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ 1000 കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഇവരുടെ ഫ്രണ്ട്സ് പിടിച്ച പിടിയാലെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അതിന് ജോയും കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ലാബിൽ നിന്ന് പോയ ശേഷം ഞാൻ അവളുടെ കമ്പ്യൂട്ടറിലെ ബയോഡാറ്റയില് സുചിത്ര എസ് നായർ എന്നുള്ളത് സുചിത്ര ജോ എന്നാക്കി, അതിനാണ് അവളെ വിളിച്ച് ചൂടായതെന്നും പറഞ്ഞു. ഫ്രണ്ട്സും ഇവനെ കളിയാക്കിയതും ഞാൻ അവളെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായല്ലോ, അത് മതി എന്ന് പറഞ്ഞു. ആക്ച്വലി ജോ പെൺകുട്ടികളോട് തുറന്ന് സംസാരിക്കാത്ത ഒരു പക്ക 90s കിഡ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി സുജി ഏത് കളർ ഡ്രസ്സാണോ ഇട്ടിട്ട് വരുന്നത് അതേ കളർ ഷർട്ട് തന്നെ ജോയും ഇട്ടിട്ട് വരാൻ തുടങ്ങി. ഇത് കണ്ട ഫ്രണ്ട്സിനും എങ്ങനെയാണ് സുജി ഇടുന്ന അതേ കളർ ഡ്രസ്സ് ഇവനും ഇടുന്നതെന്ന് ജോയോട് തന്നെ ചോദിച്ചു. അതിന് ജോയും സുജിയുടെ കൂടെയുള്ള അവളുടെ ഫ്രണ്ട് തന്നെയാണ് തന്റെ ഇൻഫോമർ എന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുജി കോളേജിലേക്ക് വരുന്ന സമയത്ത് സീനിയർ ആയിട്ടുള്ള ഒരു മലയാളി പയ്യൻ സുജിയെ വിളിച്ചു നിർത്തി വേറൊരു മലയാളി പയ്യനെ കാണിച്ച് ഇവന് നിന്നെ ഇഷ്ടമാണ്, നീയും ഇവനെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തുന്ന പോലെ പറഞ്ഞു. സുജിയും വല്ലാതെ കരഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും സുജിയെ വന്ന് ഓരോരുത്തർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആര് പ്രപ്പോസ് ചെയ്താലും ഇവൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, ഒരു തൊട്ടാവാടിയെ പോലെ. എങ്കിലും അവൾക്ക് വീണ്ടും ഒരുപാട് പ്രപ്പോസൽസ് വന്നുകൊണ്ടിരുന്നു. ഇവിടെ ജോ ആണെങ്കിൽ അവന്റെ ഇഷ്ടം പറയാതെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സ് അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചാൽ തന്നെ സുജിയുടെ മുന്നിൽ പോയി ജോ വേറെന്തെങ്കിലും പറഞ്ഞിട്ട് വരും. അങ്ങനെ ഒരു ദിവസം ജോയെയും ഫ്രണ്ട്സിനെയും ലാബ് കോട്ട് ഇല്ലാത്തത് കൊണ്ട് സാർ ലാബിലേക്ക് കയറ്റിയില്ല. സുജി ഇവന്റെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ധൈര്യം സംഭരിച്ച് ജോ സുജിയുടെ അടുത്ത് വന്ന് അവളുടെ ലാബ് കോട്ട് തരാൻ പറഞ്ഞു. അവളും അവളുടെ ലാബ് കോട്ട് കൊടുത്തു. ജോയ്ക്ക് അത് വലിയ സന്തോഷമായി. അങ്ങനെ കോളേജിൽ ഓണം സെലിബ്രേഷൻ നടന്നു. ആ ദിവസം സുജി കേരള സാരിയെല്ലാം ഉടുത്ത് തനി മലയാളി പെൺകുട്ടിയായിട്ട് അടിപൊളിയായിട്ടായിരുന്നു വന്നിരുന്നത്. ജോയും മുണ്ടെല്ലാം ഉടുത്ത് സുജിയുടെ അടുത്ത് വന്ന് മലയാളത്തിൽ ഓണാശംസകൾ എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും അവന് നാക്കുളുക്കിക്കൊണ്ടിരുന്നു. സുജി അവന് കൈ കൊടുത്ത് ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് വിഷ് ചെയ്തു. അതിനുശേഷം സെമസ്റ്റർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ലീവ് ആകാൻ പോവായിരുന്നു. ഇപ്പൊ ജോയുടെ ഇഷ്ടം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ പറയില്ല എന്നും പറഞ്ഞ് ജോയുടെ ഫ്രണ്ട്സ് സുജി ഇരിക്കുന്ന സീറ്റിന് പിന്നിലായിട്ട് ജോയെ കൊണ്ടുപോയി ഇരുത്തി. ജോയ്ക്കാണെങ്കിൽ അവൻ ഇഷ്ടം പറഞ്ഞ സുജി കരയുമോ എന്നുള്ള പേടിയുണ്ട്. എന്നിട്ട് പെട്ടെന്ന് സുജിയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ വേഗം വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. പിന്നാലെ വന്ന ഫ്രണ്ട്സും നീ എന്താ അവളുടെ മറുപടി കേൾക്കാതെ ഓടി വന്നത് എന്ന് ചോദിച്ചതിന് ജോയും ഞാൻ അവൾ കരയൂ എന്ന ടെൻഷനാണുള്ളത് എന്ന് പറഞ്ഞു. ഫ്രണ്ട്സും അവൾ കരഞ്ഞില്ലെങ്കിൽ നിന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തുവെന്നാണ്, കരഞ്ഞ അവൾ ഒരിക്കലും നിന്നെ പ്രേമിക്കില്ല എന്നാണെന്നും പറഞ്ഞു. ഇവര് ക്ലാസ് റൂമിലേക്ക് വന്ന് നോക്കിയപ്പോ സുജി ബെഞ്ചിലിരുന്ന് കരയായിരുന്നു. ജോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഈവനിങ് കോൾ
കോളേജ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് സുജിയുടെ ഫ്രണ്ടിനോട് എന്തായി എന്ന് ചോദിച്ചതിന് സുജി കരച്ചിൽ നിർത്തി സെറ്റായി എന്ന് പറയുന്നതിന് പകരം എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. എങ്കിൽ ഈ ഓക്കെ ജോയെ ഇഷ്ടമാണ് എന്ന ഓക്കെ ആണെന്ന് കരുതി ജോയും ഫ്രണ്ട്സും സന്തോഷിച്ചു. അങ്ങനെ സുജി നാട്ടിലേക്ക് ബസ് കയറാൻ വന്നതും ഇവരും കൂടെ വന്നു. എന്നിട്ട് ജോ അവളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ബസ് വന്നതും സുജി അതിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഇവളെ പ്രപ്പോസ് ചെയ്തിരുന്ന ആ മലയാളി സീനിയർ വന്ന് ഇവളുടെ അടുത്തിരുന്നത്. അപ്പൊ സുജി ജോയെ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തില് നിനക്ക് എന്റെ അടുത്ത് വന്നിരുന്നൂടെ എന്ന് സുജി പറയാതെ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി ജോ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലേക്ക് ചാടി കയറി, കൂടെ ഫ്രണ്ട്സും. എന്നിട്ട് ആ സീനിയറിനോട് വഴക്കിട്ട് എഴുന്നേൽപ്പിച്ച് ജോ സുജിയുടെ അടുത്തിരുന്നു. അപ്പൊ സുജി ജോയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇതില് തന്നെ സുജിയും ജോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇവരുടെ പ്രേമം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കലും സുജി നാട്ടിലേക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് ജോയും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ജോ സുജിയുടെ അടുത്തേക്ക് ക്ലോസ് ആയ രീതിയിൽ ഇരുന്നതും അത് മനസ്സിലാക്കി സുജിയും നീ എന്നെ കിസ് ചെയ്യാൻ ട്രൈ ചെയ്യാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അതിന് ജോയും ഇത്ര നാളായിട്ടും ഞാൻ ഒരു പെണ്ണിന്റെ കൂടെ ഇത്ര ക്ലോസ് ആയിട്ട് ഇരുന്നിട്ടില്ല, നിന്റെ ശ്വാസം മുഴുവൻ എന്നിലാവണമെന്ന് പറഞ്ഞതും പെട്ടെന്ന് സുജി ജോയെ കിസ് ചെയ്തു. നൈറ്റ് ഹോസ്റ്റലിൽ ഇരുന്ന് ജോയും ഫ്രണ്ട്സും മദ്യപിക്കുന്ന സമയത്ത് ജോ സുജി അവനെ കിസ് ചെയ്ത കാര്യം ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഈ ഫ്രണ്ടിൽ ഒരാള് സുജിയുടെ ഫ്രണ്ടായിട്ട് ഇഷ്ടത്തിലാണ്. അവൻ നേരെ അവളോട് പറഞ്ഞതും അവള് ഫോൺ സംസാരിക്കുന്നത് വേറൊരു പെൺകുട്ടി കേട്ട് അവള് മറ്റൊരു പെൺകുട്ടിയോട് പറഞ്ഞ് ഇതിപ്പോ കോളേജ് മൊത്തം അറിഞ്ഞു. ഇതറിഞ്ഞ സുജിയും ദേഷ്യത്തില് ജോയുമായിട്ട് വഴക്കിട്ടു. ഇവരെത്ര വഴക്കിട്ടാലും ഒരു സോറി പറയുന്നതിൽ ഇവരുടെ ദേഷ്യവും വിഷമവും എല്ലാം മാറും. അങ്ങനെ ഒരു ദിവസം ഇവർ അമ്പലത്തിൽ പോയിരുന്നപ്പോ അവിടെയുള്ള ആൽമരത്തിൽ ഒരുപാട് മഞ്ഞ ചരടുകളും കറുപ്പ് ചരടുകളും തൊട്ടിലുമെല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ മരത്തിൽ നിന്ന് ജോ ഒരു മഞ്ഞച്ചരടെടുത്ത് സുജിയുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത് പോലെ വെച്ചു. എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ജോ അത് മരത്തിൽ തന്നെ കെട്ടാൻ പോയതും സുജി അവനോട് വേണ്ട, അത് തിരിച്ചു വെക്കണ്ട, എന്റെ കഴുത്തിൽ കെട്ടെന്ന് പറഞ്ഞു. അതിന് ജോയും ഞാൻ നിന്നെ പേടിപ്പിക്കാൻ നോക്കിയപ്പോ നീ ഇപ്പൊ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു. അതിന് സുജിയും ഈ ഒരു നിമിഷം മിസ് ചെയ്താ വീണ്ടും ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞതും ഞാൻ വെറുതെ കാണിച്ചതാണ്, ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജോ ആ മഞ്ഞച്ചരട് വീണ്ടും മരത്തിൽ തന്നെ കെട്ടി. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റില് ജോ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണിക്കും. ഇപ്പൊ ശ്രുതിയും തലേ ദിവസം കല്യാണം എങ്ങനെയെങ്കിലും നിർത്താൻ പറഞ്ഞതില് ഓക്കെ എന്ന് മൂളിയിട്ട് ഇപ്പൊ താലി കെട്ടുകയാണോ എന്ന രീതിയിൽ അവൾ ജോയെ ഒന്ന് നോക്കുന്നുണ്ട്. ജോ ആണെങ്കിൽ ശ്രുതിയെ നോക്കി ചിരിച്ചുകൊണ്ട് താലി കെട്ടുകയും ചെയ്തു. വീണ്ടും അവിടുന്ന് കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കും. ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാൻ വേണ്ടി സുജി ജോയെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ജോ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് ദേഷ്യം വന്ന സുജി ജോയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം സുജി വന്ന് ജോയ്ക്ക് ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് ജോയും എനിക്ക് മാത്രം നീ ഇല്ലാതെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, നമുക്കിനിയും 2 വർഷമുണ്ട്, നീ MA പഠിക്കേ, ഞാനും പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാമെന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. പക്ഷെ അതിനുശേഷം അവരുടെ ലൈഫില് അവര് വിചാരിച്ചത് പോലെ ആയിരുന്നില്ല നടന്നത്. ഫോണ് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പ്രശ്നം, പെട്ടെന്ന് എടുത്താ പ്രശ്നം, സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവര് മീറ്റ് ചെയ്ത് ബ്രേക്കപ്പ് ആവാന്ന് തീരുമാനിച്ചു. അതിനായിട്ട് ജോ സുജിയെ കാണാനായിട്ട് വന്നു. ഇവരിപ്പോ ബ്രേക്കപ്പ് ആവുന്ന നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ രണ്ടുപേരും പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. ഇവര് തമ്മിൽ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ഇവര് വഴക്കിടുകയും ഇവർക്ക് ഈഗോയും ഉണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിക്കും. എന്നിട്ട് ജോയും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെ പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. ലാസ്റ്റ് നമ്മൾ എന്തിനാണ് വഴക്കുണ്ടാക്കിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മുട്ട എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ്. ഇങ്ങനെ ജനിക്കാത്തൊരു കുഞ്ഞിന്റെ പേരിൽ നമ്മൾ വെറുതെ വഴക്കിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് സുജിയും എല്ലാം എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് വീണ്ടും വഴക്കിടാൻ തുടങ്ങി. ജോയും ഈ 2 വർഷത്തില് നീ ഒരുപാട് മാറിപ്പോയി, മുൻപെല്ലാം ഞാൻ എപ്പോ വിളിച്ചാലും നീ വരുമായിരുന്നു, എന്നാ ഇപ്പോ എല്ലാം നിന്റെ അച്ഛനെ പറഞ്ഞാ മതി, വീട്ടിലിരുന്ന് ഓരോന്ന് പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതും സുജിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് മതി നിർത്ത്, നീ എന്റെ അച്ഛനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവും. ജോയും അവളെ പിടിച്ചു നിർത്തി. അതിന് സുജി നാണമില്ലേ നിനക്ക് എന്നും ചോദിച്ച് ജോയുടെ മുഖത്തടിച്ചു. ദേഷ്യം വന്ന ജോയും അവൻ തിരിഞ്ഞു പോലും നോക്കാതെ പോയി. പക്ഷെ സുജി അവന്റെ പിന്നാലെ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞതും അവളോടുള്ള ഇഷ്ടം കൊണ്ട് ജോ അത് ക്ഷമിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം നമുക്ക് സംസാരിക്കാതിരിക്കാം, എനിക്ക് ബ്രീത്തിങ് സ്പേസ് വേണം, 1 മാസം കോളും മെസ്സേജും ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞതും സുജിയും അതിന് ഓക്കെ പറഞ്ഞു. സുജിയോട് ബ്രീത്തിങ് സ്പേസ് വേണമെന്ന് പറഞ്ഞ ജോയ്ക്ക് 10 ദിവസം ആയപ്പോഴേക്കും സുജിയോട് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ജോ സുജിയെ കോൾ ചെയ്തതും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും അവരുടെ അകൽച്ചയും കൂടി വന്നു. ഒരു ദിവസം സുജി ജോയെ കോൾ ചെയ്ത് ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു, നീ നാളെ എന്റെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കണം, വരുമ്പോ നീയായിട്ട് വരണ്ട, നിന്റെ ഈഗോയും ദേഷ്യവും എല്ലാം വിട്ടിട്ട് എനിക്ക് വേണ്ടി മാത്രം വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ ജോ സുജിയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ സുജിയെ റൂമിൽ ഇരുത്തി
എത്തി ജോയോട് സുജിയുടെ അച്ഛനും അമ്മയും മാമനും ചേട്ടനും ഒക്കെ സംസാരിക്കുകയായിരുന്നു. ജോയും ഞാൻ അവളെ നന്നായി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അതിന് മാമനും നിനക്കൊന്നും തരാൻ ഇവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ജോയും സുജി പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത് മിണ്ടാതിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തില് സുജിയുടെ ചേട്ടനും മാമനും കൂടി ജോയെ അടിക്കാൻ തുടങ്ങി. ജോയ്ക്കും ദേഷ്യം വന്നെങ്കിലും അവൻ കൺട്രോൾ ചെയ്തു നിന്നു. എങ്കിലും അവര് ജോയെ അടിച്ചു. ഒരു ഘട്ടത്തില് ജോയ് സുജിയുടെ അച്ഛന്റെ മേല് പോയി വീണതും അച്ഛനും നിലത്ത് വീണു. ആ സമയം ഇത് കണ്ടുകൊണ്ട് റൂമിൽ നിന്നും വന്ന സുജിക്ക് ജോ അച്ഛനെ അടിച്ചതുപോലെയായിരുന്നു തോന്നിയത്. സുജി കരഞ്ഞുകൊണ്ട് ഇനി ഞാനും നീ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇവിടുന്ന് ഇറങ്ങി പോയെന്ന് പറഞ്ഞു. ജോ സത്യത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് സുജിയോട് പറയാൻ ശ്രമിച്ചെങ്കിലും സുജി അത് കേൾക്കാൻ തയ്യാറായില്ല. സുജിയുടെ അച്ഛനും അമ്മയും സത്യം പറയാതെ ഇവരുടെ പ്ലാൻ സക്സസ് ആയതുപോലെ നിന്നു. അതിനുശേഷം സുജി ജോയെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമത്തില് മദ്യപിക്കാൻ ആരംഭിച്ചു. ഫ്രണ്ട്സ് പറയുന്നത് പോലും ജോ അനുസരിച്ചില്ല. ഇപ്പുറത്ത് സുജിയും വിഷമത്തിലാണ്. അച്ഛനും അമ്മയും പറയുന്നവന് കഴുത്ത് നീട്ടി കൊടുക്കാമെന്നും അവൾ തീരുമാനിച്ചു. ഇപ്പൊ സുജിയുടെ കല്യാണമാണെന്ന് അറിഞ്ഞതും ജോ അപ്പോ ഞാൻ കെട്ടിയ താലിക്ക് അത്ര വിലയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുമ്പോഴാണ് അന്ന് അമ്പലത്തിൽ വെച്ച് നടന്ന ഒരു കാര്യം കാണിക്കുന്നത്. അന്ന് ജോ അമ്പലത്തിൽ വെച്ച് സുജിയുടെ കഴുത്തിൽ മഞ്ഞച്ചരട് കെട്ടാൻ പോയിരുന്നല്ലോ. പക്ഷേ അന്ന് മഞ്ഞച്ചരട് കെട്ടുന്നതിന് പകരം ആ ആൽമരത്തിൽ ഉണ്ടായിരുന്ന ഒരു കറുപ്പ് ചരട് എടുത്ത് ഇതാണ് നിന്റെ താലി എന്നും പറഞ്ഞ് ജോ സുജിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം ഇപ്പൊ ജോ ഓർത്ത് എനിക്ക് അവസാനമായിട്ട് സുജി ഒന്ന് കാണണമെന്ന് പറഞ്ഞതിന് ഫ്രണ്ട്സും അവനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. സുജിയുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ സുജിക്ക് വേറൊരുത്തന്റെ മുന്നിൽ കഴുത്ത് നീട്ടാൻ കഴിയാത്തത് കൊണ്ട് അവൾ കത്ത് എഴുതി വെച്ചിട്ട് സൂയിസൈഡ് ചെയ്തു. ജോ അവിടേക്ക് വന്നതും സുജിയുടെ മാമനും അവനെ അടിക്കാനായിട്ട് വന്നു. അപ്പോ സുജിയുടെ അച്ഛൻ അവനെ തടഞ്ഞ് നിങ്ങൾ കാരണമാണ് എന്റെ മകൾ ഈ തീരുമാനമെടുത്തത്, അവളെ കൊന്നില്ലടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ജോയെ കൂട്ടിക്കൊണ്ടുവന്ന് സുജിയുടെ ബോഡി കാണിച്ചു കൊടുത്തു. അതിനുശേഷം സുജി അവസാനമായിട്ട് എഴുതിയ ആ കത്ത് വായിച്ചു കൊടുത്തു. അതില് അച്ഛ ജോയുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ അച്ഛനായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായത്. അവൻ എന്നെ വിളിച്ചു വിടനെ, ഞാൻ അവന്റെ കൂടെ പോയേനെ. അച്ഛനും എനിക്ക് വേണ്ടി അവനെ ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ അച്ഛൻ അവനെ കാണുമ്പോഴെല്ലാം അവൻ അച്ഛനെ അടിച്ചതായിരിക്കും ഓർമ്മ വരുന്നത്. ആ വേദന ഞാൻ അച്ഛന് തരില്ല. ജോ കെട്ടിയതാലി എന്നെ കഴുത്തിലുണ്ട്, എനിക്കത് മതി. വേറൊരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തതെന്നും അതിൽ എഴുതിയിരുന്നു. ഇതെല്ലാം കേട്ട് ജോയും വല്ലാതെ വിഷമിച്ചു. സുജി ഈ ലോകത്ത് നിന്ന് തന്നെ പോയി എന്ന് അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് അഡ്വൈസ് ചെയ്തെങ്കിലും ജോയ്ക്ക് സുജിയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ വല്ലാതെ മദ്യപിക്കാനും സ്മോക്ക് ചെയ്യാനും തുടങ്ങി. അങ്ങനൊരു ദിവസം ജോ ബിയറിൽ വിഷം കലർത്തി കുടിച്ചു. ഫ്രണ്ട്സും ജോയെ തൽക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ട് അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ ജോയുടെ അച്ഛൻ ജോയുടെ അടുത്തേക്ക് വന്ന് ചെറുപ്പത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നീ വല്ലാതെ ഭയപ്പെടാറുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോ നീ വലിയൊരു ധൈര്യശാലിയായി. പക്ഷേ എനിക്കിപ്പോഴും നീ ഒരു പേടിത്തൊണ്ടനായിട്ട് തന്നെയാണ് കാണുന്നത്. ജീവിതം എങ്ങനെയൊക്കെ ആയാലും അത് ജീവിച്ചു തീർക്കണം. നീ നിന്റെ തീരുമാനം എടുത്തു, പക്ഷേ അത് നടന്നില്ല. ഇപ്പൊ വേറെന്തോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അതിനുശേഷം ജോയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലേക്ക് വന്നതും ജോയെ അവന്റെ അമ്മ ഒരുപാട് അടിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പ്രേമിക്കുമ്പോൾ മാത്രം എന്തിനാടാ എല്ലാവരും സൈക്കോയാവുന്നത്? അവള് നിന്നെ വിട്ടു പോയെങ്കിൽ നീ ഞങ്ങളെ വിട്ടു പോവാണോ? അപ്പൊ ഞങ്ങൾ നിന്നോട് കാണിക്കുന്നത് സ്നേഹമല്ലേ എന്നൊക്കെ ചോദിച്ചതും ജോയോ അമ്മയോട് സോറി പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അങ്ങനെ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ജോ പതിയെ പതിയെ സുജയെ മറന്നു തുടങ്ങി. ജോയുടെ അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ജോയെ കല്യാണം കഴിപ്പിച്ചു. ആ പെൺകുട്ടിയാണ് ശ്രുതി. ഇപ്പൊ പ്രസന്റില് ജോ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടിയതും ശ്രുതി ഇവനെ തുറച്ചു നോക്കുന്നതും കാണിക്കും. അതിൽ തന്നെ ശ്രുതിക്ക് ഈ കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തത് പോലെയാണ് ശ്രുതി പെരുമാറുന്നത്. അങ്ങനെ അന്ന് നൈറ്റ് രണ്ട് ഫ്രണ്ട്സ് ജോയുടെ അടുത്തേക്ക് വന്ന് ഇന്നലെ രാത്രി തന്നെ ശ്രുതി കോൾ ചെയ്തിരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്തത് ജോ ആയിരുന്നില്ല, ഫ്രണ്ട് ആയിരുന്നു. ശ്രുതി സംസാരിച്ചതും കല്യാണം എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞതുമൊക്കെ കേട്ടത് ഈ ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ അവനാണ് മദ്യലഹരിയിൽ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞത്. അത് വിശ്വസിച്ചായിരുന്നു ശ്രുതിയും സമാധാനിച്ചിരുന്നത്. പക്ഷേ ശ്രുതി എല്ലാം പറഞ്ഞിട്ടും ജോ അവളെ താലി കെട്ടിയത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് വന്ന് ജോയോട് പറഞ്ഞതും ജോ എന്തുകൊണ്ടാണ് ഇതെന്നോട് നേരത്തെ പറഞ്ഞില്ല, അവളെ താലി കെട്ടുന്ന സമയത്ത് എന്നൊരു നോട്ടം നോക്കിയിരുന്നു, അപ്പൊ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല, അവൾ ഏത് സിറ്റുവേഷനിലാണ് ഈ കല്യാണം നിർത്താൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവൻ ഫ്രണ്ട്സിനെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് നടന്നു ശ്രുതിയുടെ അടുത്ത് പോയി സോറി പറഞ്ഞേക്കാമെന്ന് കരുതി അവൻ ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചതും ശ്രുതിയും നിങ്ങളോട് കല്യാണം നിർത്താൻ പറഞ്ഞ ഒരു കൂസലും ഇല്ലാതെ താലി കെട്ടി എങ്ങനെയാണ് സാർ ബെഡ്റൂം വരെ നിങ്ങൾക്ക് വരാൻ തോന്നിയത്? ഇതിനു മുമ്പ് നിങ്ങൾ വേറൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നില്ലേ? പിന്നെ എന്തിനാ അവളെ ഒഴിവാക്കിയിട്ട് എന്നെ കല്യാണം കഴിച്ചത്? സ്വത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ജോയെ സംസാരിക്കാൻ അനുവദിക്കാതെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജോയും ശ്രുതിയോട് കാര്യങ്ങൾ എങ്ങനെ പറയുമെന്ന് അറിയാതെ അവിടുന്ന് പുറത്തേക്ക് പോയി. അതിനുശേഷം പ്രേമിച്ച
പ്രേമിച്ച പെണ്ണും പോയി കല്യാണം കഴിച്ച ജീവിതമാണെങ്കിൽ ഇങ്ങനെയുമായി എന്ന വിഷമത്തില് ജോ വീണ്ടും മദ്യപിക്കാനും സ്മോക്ക് ചെയ്യാനും തുടങ്ങി. ശ്രുതി എന്തുകൊണ്ടാണ് കല്യാണം വേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം അറിയില്ല. ശ്രുതിയുടെ അനിയത്തി രേണുവിനോട് ചോദിച്ചപ്പോൾ അവൾക്കും അറിയില്ലായിരുന്നു. ശ്രുതിയുടെ അച്ഛന് ഒരു കോളേജ് ഉണ്ട്, അതിന്റെ ഇൻചാർജ് ശ്രുതിയാണ്. സോ ശ്രുതി എന്നും രാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ ജോ എന്നും വൈൻ ഷോപ്പിലേക്ക് പോയി പലതരം മദ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കുടിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ജോ ബൈക്കിൽ വരുന്ന സമയത്ത് പോലീസ് കൈ കാണിച്ചു. എന്നിട്ട് മദ്യപിച്ചിട്ടില്ലായിരുന്ന ജോയെ മദ്യപിച്ചെന്ന് പറഞ്ഞൊരു പ്രശ്നമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. ജോയും എന്തായാലും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ജോയും ബൈക്കിലിരുന്ന ഒരു ബിയർ ബോട്ടിൽ എടുത്ത് പൊട്ടിച്ച് പബ്ലിക്കായിട്ട് പോലീസിന് മുന്നിൽ വെച്ച് തന്നെ മദ്യപിച്ചു. പോലീസും അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ശ്രുതിയുടെ അച്ഛൻ ജോയെ വന്ന് ജാമ്യത്തിലെടുത്തു. എന്നിട്ട് കാറിൽ പോകുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛൻ ജോയോട്, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങളുടെ അച്ഛൻ ഞാൻ കോളേജ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് പണം തന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ മേലുള്ള വിശ്വാസത്തിലാണ് നിങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ എൻ്റെ മകളെ നിങ്ങൾക്ക് തന്നത്. എൻ്റെ മകൾക്ക് കുറച്ച് പിടിവാശികളുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്നത് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. വീട്ടിലേക്ക് വന്ന ജോയോട് ശ്രുതിയും, നിനക്ക് നാണോ ഇല്ലേ, എന്തിനാണ് നീ മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിയതിന് എൻ്റെ അച്ഛനെ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? ഈ കല്യാണവും നീ ഈ വീട്ടിൽ താമസിക്കുന്നതെല്ലാം എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ സമ്മതിച്ചത്. എൻ്റെ അച്ഛനെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ജോയോ അതിന് സോറി പറഞ്ഞ് ഇവിടെ വന്നിരിക്കും, എനിക്ക് കുറിച്ച് സംസാരിക്കണമെന്ന് ശ്രുതിയോട് പറഞ്ഞതിന് അവൾ മൈൻഡ് ചെയ്യാതെ പോയി. ദേഷ്യം വന്ന ജോയും അവളുടെ പിന്നാലെ പോയി, എനിക്ക് നിന്നെ ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചതല്ല, നിന്റെ സ്വത്തും പണവും കണ്ടിട്ടുമല്ല, ഇതിനെല്ലാം ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞതിന് നിന്റെ കാരണങ്ങൾ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോകാൻ നോക്കിയതും ജോ ശ്രുതിയുടെ കൈ പിടിച്ച് നിർത്താൻ നോക്കി. അപ്പൊ ശ്രുതി ജോയുടെ കൈ തട്ടി മാറ്റി നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. ജോയ്ക്ക് എന്താണ് കാര്യമെന്നൊന്നും മനസ്സിലായില്ല. നെക്സ്റ്റ് ഡേ ജോ രേണുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചതിന് രേണുവും, ചേച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് അറിയാവൂ, വേറൊന്നും അറിയില്ല എന്നും പറഞ്ഞു. രേണുവും ഇവരുടെ സ്വന്തം കോളേജിലാണ് പഠിക്കുന്നത്. അങ്ങനെ ജോ കോളേജിലേക്ക് വന്നതും ആ കോളേജിലെ സെക്യൂരിറ്റി മുതലും മറ്റു സ്റ്റാഫുകൾക്ക് വരെ ജോ ആരാണെന്ന് അറിയില്ല. എല്ലാവരും ജോ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് കരുതിയാണ് സംസാരിച്ചത്. അതിനുശേഷം ശ്രുതിയുടെ അച്ഛൻ വന്ന് ജോയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ജോ കോളേജെല്ലാം ചുറ്റി നടന്ന് കണ്ട ശേഷം മാനേജ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് അവിടെയുള്ളവരോട് ചോദിച്ചു. അതിനവിടെയുള്ള സ്റ്റാഫ്സും ശ്രുതി ഈ കോളേജിന്റെ ഇൻചാർജ് ആയ ശേഷം ഇതൊരു സ്കൂൾ എന്ന പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബോയ്സും ഗേൾസും തമ്മിൽ സംസാരിക്കാൻ പാടില്ല, ബോയ്സിനും ഗേൾസിനും വേറെ വേറെ ലഞ്ച് ടൈം, ഒരു ജയില് പോലെയാണെന്നൊക്കെ ജോയോട് പറഞ്ഞു. ജോയു ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി. അങ്ങനെ അന്ന് രാത്രി ശ്രുതി കരഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അവൾ അവളുടെ സ്കൂൾ ലൈഫിനെ കുറിച്ച് ഓർത്തു. ശ്രുതി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൺ സൈഡ് ആയിട്ട് ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവന് ഗ്രീറ്റിംഗ് കാർഡും ചോക്ലേറ്റും എല്ലാം കൊടുത്ത് അവനെ പ്രപ്പോസ് ചെയ്തെല്ലാം അവൾ ഓർത്തു നോക്കി. എന്നിട്ട് നേരെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചതിന് ഫ്രണ്ടും 10 വർഷമായില്ലേ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രുതി ആ പയ്യനെയാണ് അന്വേഷിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. ഇതുകൊണ്ടാണ് അവൾ കല്യാണം വേണ്ട, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞത്. നെക്സ്റ്റ് ഡേ കോളേജിൽ സെക്യൂരിറ്റി അവിടെ സ്വീപ്പറായി ജോലി ചെയ്യുന്ന ലേഡിയോട് അവിടെ ക്ലീൻ ചെയ്യ് ഇവിടെ ക്ലീൻ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അവരെ വെറുതെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ജോയും സെക്യൂരിറ്റിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാ ലേഡിയെ ഇങ്ങനെയിട്ട് വെറുപ്പിക്കുന്നത് എന്ന് ചോദിച്ചതിന് സെക്യൂരിറ്റിയും, അവൾ എൻ്റെ ഭാര്യയാണ്, അവൾ എന്നോട് സംസാരിച്ചിട്ട് വർഷങ്ങളായി, ഞങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയായിരുന്നു എന്നും അവനെ സ്കൂളിൽ കൊണ്ടുപോയി വിടാറുള്ളത്. അങ്ങനെ ഒരു ദിവസം അവൾക്ക് സുഖമില്ലാതായി, ഞാനായിരുന്നു അവനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോയത്. അന്ന് ഞാൻ കുറച്ച് മദ്യപിച്ചിരുന്നത് കൊണ്ട് ആക്സിഡന്റ് ആയി, എൻ്റെ മകൻ സ്പോട്ടിൽ മരിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഭാര്യ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാനും മദ്യപാനം നിർത്തി. അവൾ എവിടൊക്കെ ജോലിക്ക് പോകുന്നുണ്ടോ അവിടെയെല്ലാം ഞാനും ജോലിക്ക് പോയി. ഞാനിങ്ങനെ അവളോട് ഓരോന്ന് പറയുമ്പോൾ തിരിച്ചെന്നെ വഴക്കെങ്കിലും പറയുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവൾ ഒന്നും മിണ്ടാറില്ല എന്നും പറഞ്ഞു. അതിന് ജോയും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളോട് സംസാരിക്കുമെന്ന് സെക്യൂരിറ്റിയെ സമാധാനിപ്പിച്ചു. അതിനുശേഷം കോളേജിനകത്ത് രേണുവിനെ കാണിക്കും. അവളും ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ്. ഇത് കണ്ടതും ജോയ്ക്ക് അവന്റെ കോളേജ് ലൈഫാണ് ഓർമ്മ വന്നത്. ഇപ്പൊ ശ്രുതി എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു വരുത്തി കൾച്ചറൽ പ്രോഗ്രാമിന് ബോയ്സ് ഒറ്റയ്ക്കും ഗേൾസ് ഒറ്റയ്ക്കും ഡാൻസ് കളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കോളേജിലെ ഗേറ്റിൽ നിൽക്കേണ്ട സെക്യൂരിറ്റി കോളേജിലെ ലേഡീസ് ടോയ്ലറ്റിനകത്ത് പോയി എന്ന് പറഞ്ഞ് ഒരു സ്റ്റാഫ് ആ സെക്യൂരിറ്റിയെ വല്ലാതെ അടിക്കുന്നുണ്ടായിരുന്നു.
ആ സൗണ്ട് കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു. ശ്രുതിയും കാര്യം അറിഞ്ഞ് സെക്യൂരിറ്റിയെ ഒരു മോശക്കാരൻ എന്നോണം നോക്കി. ജോയും എന്താ നടന്നതെന്ന് ചോദിച്ചതിന് അവിടേക്ക് വന്ന സെക്യൂരിറ്റിയുടെ ഭാര്യയും ഞാൻ ബാത്റൂം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തല കറങ്ങി കുറച്ചു നേരം ഒന്ന് കിടന്നുപോയി. അത് കണ്ട് എന്റെ ജോലി പോകരുതെന്ന് കരുതിയാണ് ഈ മനുഷ്യൻ പോയി ബാത്റൂം ക്ലീൻ ചെയ്തത്. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ ഭാര്യ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇത്രയും വർഷത്തിന് ശേഷം ഭാര്യ തന്നോട് സംസാരിച്ചതിൽ സെക്യൂരിറ്റി വളരെ ഹാപ്പി ആയിരുന്നു. ശ്രുതിയും ഇതാദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾ നിങ്ങളെ അടിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞതിന് അവിടെയുള്ള മറ്റൊരു സ്റ്റാഫും അതിന് ചോദിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എന്നെങ്കിലും ഇവിടെ ചോദിക്കാറുണ്ടോ എന്ന് പറഞ്ഞതിന് ശ്രുതിക്കും ഇത്രയും നാൾ താൻ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ കോളേജിൽ നടപ്പിലാക്കിയിരുന്ന എല്ലാ റൂൾസും എടുത്തു മാറ്റി. അതിനുശേഷം രേണു ശ്രുതിയോട് കല്യാണ തലേന്ന് നീ കോൾ ചെയ്ത സമയത്ത് അത് അറ്റൻഡ് ചെയ്തത് ചേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നു. നീ കല്യാണം നിർത്തണമെന്ന് പറഞ്ഞതും ചേട്ടനോടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ചേട്ടൻ ഇത് അറിയുന്നത്. നിന്നോട് സോറി പറയാനും വന്നു എന്നൊക്കെ എല്ലാ സത്യവും ശ്രുതിയോട് പറഞ്ഞു. ഇപ്പൊ സത്യം അറിഞ്ഞതുകൊണ്ട് ശ്രുതിക്ക് ജോയോടുള്ള ആറ്റിറ്റ്യൂഡിൽ ചെറിയ മാറ്റം വന്നു. കോളേജ് കൾച്ചറൽ പ്രോഗ്രാമിൽ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. കൂടെ ജോയും ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനുശേഷം രേണു ഒരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നല്ലോ. അവൻ രേണുവിന്റെ പ്രൈവറ്റ് ഫോട്ടോസ് ചോദിച്ചതിന് രേണുവും അത് സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഈ കാര്യം ശ്രുതി അറിഞ്ഞ് ആ പയ്യനെയും അവന്റെ അമ്മയെയും വിളിച്ചു വരുത്തി എന്റെ അനിയത്തിയുടെ പ്രൈവറ്റ് ഫോട്ടോസ് നിങ്ങളുടെ മകന്റെ കയ്യിലുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാൻ പറയെന്ന് പറഞ്ഞതിന് ആ പയ്യനും എന്നെ എന്തിനാണ് കുറ്റം പറയുന്നത്, അവള് സെൻഡ് ചെയ്ത് തന്നതുകൊണ്ടല്ലേ എന്ന് എല്ലാം രേണുവിന്റെ തെറ്റാണെന്ന പോലെ പറഞ്ഞു. ആ സമയം ജോയോ അവിടേക്ക് വന്ന് അവനെ അടിച്ച് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് അവൾ നിനക്ക് ആ ഫോട്ടോ അയച്ചു തന്നത്. എപ്പോ നീ അവളുടെ പ്രൈവറ്റ് ഫോട്ടോസ് ചോദിച്ചോ അപ്പൊ മുതൽ നിനക്ക് അവളോട് ലവ് ആയിരുന്നില്ല, ലസ്റ്റ് ആയിരുന്നു. നിന്നെപ്പോലെ ഒരുത്തനെ സ്നേഹിച്ചതിൽ രേണുവാണ് നാണിക്കേണ്ടത്, സ്നേഹം വിശ്വാസത്തിലാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ അഡ്വൈസ് ചെയ്തു. ആ പയ്യനും രേണുവിനോട് സോറി പറഞ്ഞു. ശ്രുതിയും ജോ പറയുന്നതെല്ലാം കേട്ടു. അതിനുശേഷം ശ്രുതി അന്ന് രാത്രി ജോയോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. എന്നിട്ട് സ്കൂളിൽ അവൾക്കുണ്ടായിരുന്ന പ്രണയത്തെ കുറിച്ച് പറഞ്ഞു. ജോയും ആ പയ്യനെ കണ്ടുപിടിച്ച് ശ്രുതിയെയും അവനെയും ഒന്നിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവസാനം ആ പയ്യനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ജോ ശ്രുതിയെയും ആ പയ്യനെയും മീറ്റ് ചെയ്യിപ്പിച്ചപ്പോഴാണ് അന്ന് സ്കൂളിൽ നടന്ന കാര്യം കാണിക്കുന്നത്. ശ്രുതി ഗ്രീറ്റിംഗ് കാർഡും ചോക്ലേറ്റും എല്ലാം കൊടുത്ത് ആ പയ്യനെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ ആ പയ്യൻ ശ്രുതിയെ ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു. അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ശ്രുതിയും കരയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മുഖത്തു മൊത്തം പെയിന്റ് അടിച്ച ഒരുത്തം വന്ന് ആ പയ്യനെ അടിച്ച് ശ്രുതിയെ രക്ഷിച്ചത്. ആ സീനാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നത്. ഇപ്പൊ പ്രസന്റില് ശ്രുതി ആ പയ്യന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് അന്ന് നിന്നെ അടിച്ചവന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഇതിനാണ് ശ്രുതി ഇത്രയും വർഷം ഇവനെ അന്വേഷിച്ചത്. അന്ന് ഇവനെ രക്ഷിച്ചവനെ മാത്രമേ ഇവള് കല്യാണം കഴിക്കുള്ളൂ എന്ന് ഇവള് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ആ പയ്യനും അന്ന് എന്നെ അടിച്ചവന്റെ പേര് ജോ എന്നാണെന്ന് പറഞ്ഞതും അപ്പോൾ വീണ്ടും ആ സീന് കാണിക്കും. അന്ന് ജോ ആയിരുന്നു വന്ന് ശ്രുതിയെ രക്ഷിച്ച് ആ പയ്യനെ അടിച്ചത്. അതിനുശേഷമാണ് ജോയുടെ ഫ്രണ്ട്സും ചേർന്ന് ഇവനെ അടിച്ചത്. ടീച്ചർ വന്നതും ഇവരവിടുന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. ഇപ്പൊ ജോ ആണ് തന്നെ രക്ഷിച്ചതെന്ന് അറിഞ്ഞ് ശ്രുതി ഓടി വന്ന് ജോയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോടെന്താ ഇത് നേരത്തെ പറയാഞ്ഞതെന്ന് ചോദിച്ചതിന് ജോയും ഞാൻ പറഞ്ഞ നീ അത് വിശ്വസിക്കുകയായിരുന്നു എന്ന് തിരിച്ചു ചോദിച്ച് അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിക്കും. ഈ ഒരു റൊമാൻറ്റിക് സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.